അല്ല, സംഘടനാ സംവിധാനം പൊളിച്ചു വാർക്കാനോ അല്ലെങ്കിൽ അവരെ കുറ്റം പറയാനോ ആയിട്ടല്ല ഞാൻ ആ എഫ് പിയിൽ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു. കാരണം ആ ഒരു സഹോദരിക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടായപ്പോൾ, കാരണം നമ്മൾ ഹണീബി എന്ന് പറഞ്ഞ പടത്തിലൊക്കെ കണ്ടമാന ആ കുട്ടിയായിട്ട് നമ്മൾ വളരെയധികം വർത്തമാനം പറഞ്ഞേക്കണം. അപ്പോൾ ആ കുട്ടിയുടെ ഒരു വിഷമം ഞാൻ വിചാരിച്ചു, ഞാൻ ആ ജനറൽ ബോഡിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു ധാരണ, ജനറൽ ബോഡി ആ കുട്ടിക്കൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും, അതിനുവേണ്ടി ചിലപ്പോൾ ഒരു കോർ കമ്മിറ്റി ഉണ്ടാക്കും, ആ കുട്ടിയെ എല്ലാവരും അല്ലെങ്കിൽ കമ്മിറ്റിയിലുള്ളവർ പോയി കാണും, ആ കുട്ടിയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷേ അതിന് പകരമായിട്ട് ഞാൻ അറിഞ്ഞത് അവിടെ മിമിക്രിയും ഗാനമേളയും അങ്ങനെയുള്ള പരിപാടിയൊക്കെ എന്ന് പറഞ്ഞപ്പോൾ വിഷമം തോന്നിക്കൊണ്ട് ഞാനൊരു പോസ്റ്റ്, കാരണം എനിക്കുള്ള അനുഭവമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് വിഷമിക്കേണ്ട, ഇതൊക്കെയാണ് ഇത് നടക്കുന്നതെന്ന് പറയാൻ ഉദ്ദേശിച്ചെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഈ കാണുന്ന ജനങ്ങളും ഇത് വായിക്കുന്ന ആൾക്കാരൊന്നും മണ്ടന്മാരല്ല, അവർ സിനിമാക്കാരെയൊക്കെ വളരെ പുച്ഛത്തോട് കാണാൻ തുടങ്ങുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഇമേജ് നോക്കിയിട്ട് നമുക്കൊരിക്കലും ഒരു വ്യക്തിയുടെ പ്രശ്നത്തിൽ ഇടപെടാൻ പറ്റില്ല. തലപ്പത്തിരിക്കുന്ന ആരായാലും ശരി, അല്ലെങ്കിൽ പിന്നെ ആ സ്ഥാനത്ത് ഇരിക്കരുത് അവർ. ഇരുന്നാൽ അംഗങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും ഒന്ന് ബാധ്യസ്ഥരാണ് അവർ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ എം പിനെ കുറിച്ച് പറഞ്ഞ കാര്യമായാലും എൻ്റെ കാര്യത്തിൽ എനിക്കറിയാം, അപ്പോൾ അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് ഞാൻ ആ കുട്ടിയോട്, ആ സഹോദരിയോട് പറയാൻ വേണ്ടി മാത്രം ഉദ്ദേശിച്ചതാണ്. ഞാൻ ആ യോഗത്തിൽ ഉണ്ടാകുന്ന ചിലപ്പോൾ എന്നെ പുറത്താക്കുമായിരിക്കും, അതായിരിക്കും അത്. പക്ഷെ ഞാൻ വിചാരിച്ചങ്ങനല്ല, ഞാൻ കുറച്ചും കൂടി നല്ല രീതിയിൽ എല്ലാവരും കൂടി ഇടപെടും. കാരണം ഇരിക്കുന്നവളെ എല്ലാവരും, ഞാൻ ഈ ഗണേഷ് ചേട്ടനൊക്കെ തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ പ്രതികരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഞാൻ അതൊന്നും കണ്ടില്ല, അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ കുട്ടിയും അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. തീർച്ചയായിട്ടും ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ കുട്ടീനെ നിരന്തരം പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ ചോദിക്കുന്നത്? ഈ നടന്ന സംഭവങ്ങളാണ് ചോദിക്കുന്നത്. അത് നമ്മുടെ സഹോദരിയാണ്, അത് വീണ്ടും 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 പറയേണ്ടി വരുമ്പോൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആ സമയത്തൊരു ആ കുട്ടിക്കൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ എത്രയോ നമ്മുടെ കലാകാരികളുണ്ട് നമ്മുടെ അസോസിയേഷനിൽ, അവർ എല്ലാവരുടെയും വന്നു ഞങ്ങളും വരാം നിൻ്റെ കൂടെ എന്നൊക്കെ പറയേണ്ട ഒരു അവസ്ഥയല്ലേ. അതിന് പകരമായിട്ട് അവിടെ ആദ്യമേ തന്നെ ഗാനമേളയും മിമിക്രിയും കൈകൊട്ടിക്കളിയും ഒപ്പനയൊക്കെയാന്ന് പറഞ്ഞാൽ അതിനെ കളിയാക്കുന്നതിന് തുല്യമല്ലേ? ഞാൻ അത് ചോദിക്കുന്നുള്ളൂ. ഈ അമ്മയുടെ ഒരു മീറ്റിങ്ങിൻ്റെ ഒരു ചരിത്രം എടുക്കുകയാണെങ്കിൽ പലപ്പോഴും സീനിയറായിട്ടുള്ള ഒത്തിരി നടന്മാരുടെ അവരുടെ ഒരു ഗതിയും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ആവശ്യത്തിനൊരു പിന്തുണ കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ സഹായം കിട്ടാതിരിക്കുക, പലപ്പോഴും ഒറ്റപ്പെടുത്തി ആക്രമിക്കുക, ആ രീതിയിലേക്ക് പോകുന്നുണ്ടോ? ഒരു സ്വഭാവം, ജനാധിപത്യ സ്വഭാവം ഇതിന് നഷ്ടപ്പെട്ടു വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, ജനാധിപത്യ സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മൾ വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുക്കണമല്ലോ. അപ്പോൾ അതില്ലെങ്കിൽ തന്നെ അതിൻ്റെ അർത്ഥം മാറിയില്ലേ? ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഞാൻ പറയുന്നത് ഇവരെല്ലാവരും ഇതിലേക്ക് വന്നത്, ഇപ്പോൾ എം പി ആയതും എം എൽ എ ആയതും എല്ലാം ഈ അമ്മ സംഘടനയുടെ ആൾക്കാർ എന്നുള്ള നിലയ്ക്കാണ്, അല്ലെങ്കിൽ അതിൻ്റെ തലപ്പത്ത്, അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരുടെ നേതാവ് എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരത് കണ്ടില്ല എന്ന് അടിക്കരുത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമുക്ക് ഈ ഹാസ്യം കൊണ്ട് ഇരുട്ട് കൊണ്ട് ഓട്ടയടിക്കണ പോലെ ഹാസ്യം കൊണ്ട് അങ്ങനെ ഓട്ടയടിക്കാൻ പറ്റില്ല. അത് നമ്മൾ ഇടപെടണം, അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഈ നിലയിൽ പോയാൽ ഈ സിനിമയിലെ ഹാസ്യങ്ങൾക്കപ്പുറം ജനങ്ങൾ വരെ പുച്ഛത്തോടെ നോക്കിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ അത് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ നമ്മൾ എവിടെ പോയാലും ആൾക്കാർക്ക് ചോദിക്കാനുള്ളത് ഇത് തന്നെ ഉള്ളൂ. അത് പോട്ടെ. അതിപ്പോൾ കാരണം വെച്ചാലേ ഈ എല്ലാവരും പാവങ്ങളാണ്, ഈ നടന്മാരും നടിമാരും ഒക്കെ ഭയങ്കര പാവങ്ങളാണ്. അവർക്ക് അവർക്ക് എന്താണെന്ന് അറിയില്ല. ഒരുപക്ഷെ ഇതല്ലാതെ വേറൊരു തൊഴിൽ അവർക്ക് അറിയില്ലായിരിക്കും. അതുകൊണ്ട് അവർ സംസാരിക്കാൻ മുന്നോട്ട് വരാത്തത്. നിങ്ങളിതിനകത്ത് ആ കുട്ടിയോടുള്ളൊരു അനുകമ്പ അല്ലെങ്കിൽ ആ കുട്ടിയുടെ സ്നേഹമായിട്ട് അതിൽ പങ്കെടുക്കാതിരുന്ന ആളുകളെ കണക്കാക്കിയാൽ മതി. അതെനിക്ക് ആ കുട്ടിയോട് ഈ സമയത്ത് പറയാനുള്ളൂ. എല്ലാവരും ഉണ്ട് കൂടെ, പങ്കെടുക്കാതിരുന്ന ആൾക്കാർ പ്രത്യേകിച്ചും. പലപ്പോഴും തോന്നിയിട്ടില്ല ഇവരൊരു മേൽക്കോയ്മ അംഗീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ പലരും മിണ്ടാതിരുന്നത്? കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീവിച്ചു പോകണം എന്നത് തന്നെയാണോ അതിലൊരു അവസ്ഥ? അല്ല, അതിലേക്കൊന്നും ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ അതെൻ്റെ മറ്റുള്ള സഹോദരന്മാരെ കളിയാക്കുന്ന പോലെ ഇരിക്കും. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ അവർക്ക് എല്ലാവർക്കും പ്രതിഷേധമുണ്ട്. പക്ഷെ അവർ പറയുന്നില്ല. ഇപ്പം ഞാനൊക്കെ ഈ പറഞ്ഞ പോലെ പോട്ടയെന്ന് വെച്ചിട്ടായിരിക്കും പറയാൻ പാടില്ലാത്തതാണ് മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ എന്ന് വെച്ച് എല്ലാവരും മിണ്ടാതിരിക്കുന്നത് എങ്ങനെ വന്ന് വിചാരിക്കരുത്. ഒന്നുമില്ലെങ്കിൽ അയ്യോ എൻ്റെ ഒരു അവസരം നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ഞാനിങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം എന്നെ പടത്തിന് വിളിക്കാണ്ടിരിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം. ഈ നിലയിൽ പോയാൽ ഈ അമ്മയുടെ ഒരു നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുന്ന അധികം കാലം ഉണ്ടാവില്ല. ഇല്ല, അമ്മ സംഘടന ഉണ്ടാവും. ഞാൻ പറയട്ടെ, ഇപ്പോൾ നമ്മൾ പണ്ട് പറഞ്ഞില്ല, ഇന്ദിരാഗാന്ധി പോയാൽ പിന്നെ ആരാണ്, രാജ്യം പോയി എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത് രാജീവ് ഗാന്ധി വന്നു, ഇപ്പോൾ മോദി വരെ എത്തി. അതിലൊന്നും വരില്ല. സംഘടന ഉണ്ടാവും. പക്ഷെ സംഘടനയിൽ നിൽക്കുന്ന ആൾക്കാരെ, ഈ അംഗങ്ങളെ ചേർത്തുകൊണ്ട് മാത്രം കാര്യമില്ല, അവരുടെ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. അല്ലാതെ കാര്യം വരുമ്പോൾ ഞങ്ങളുടെ മക്കളാണെന്ന് പറഞ്ഞാൽ എന്ത് കാര്യമായിരിക്കും? കുന്തിദേവിക്ക് 101 മക്കളുണ്ടായിരുന്നു, അവരെല്ലാവരും ഒരുമിച്ച് നോക്കി എന്നൊക്കെ പറഞ്ഞ പോലെ ഞങ്ങൾ കാര്യം വരുമ്പോൾ മാത്രം ഞങ്ങളുടെ മക്കളാണ്, അല്ലാത്ത സമയത്ത് ഇല്ല എന്ന് പറയുന്ന കാര്യമില്ല. നോക്കണം.
ശക്തമായ പ്രതിഷേധമുണ്ട് ആ യോഗം അങ്ങനെ അവസാനിച്ചു. തീർച്ചയായിട്ടും എനിക്ക് വിഷമം തോന്നിയത് അതിനകത്തൊരു പാട്ടും ഗാനമേളയും മറ്റെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു സീരിയസ്നെസ് കളയാൻ നോക്കി. കാരണം എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു ജനറൽ ബോഡിയിൽ എന്താണ്, ഒന്നും വേണ്ട, ആ കുട്ടിയെ ഒന്ന് സമാധാനിപ്പിക്കാമെങ്കിലും ചെയ്യാമല്ലോ. അതാണ് ഞാൻ പറയുന്നത്. എന്താണ് അതിന് ഞാനൊരു പോസ്റ്റ് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അല്ലാണ്ട് ഇതിനകത്തൊരു സംഘടനയ്ക്ക് വിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ ഇതിനൊരു നന്നാക്കാനോ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല. ഞാൻ എൻ്റെ ഒരു അമർഷം അതെ, ഞാൻ ആ സമയത്ത് ആശുപത്രിയിലായിപ്പോയി. അതുകൊണ്ട് ഞാനൊരൊപ്പം ആ കുട്ടിയുടെ ഒരു ഇതിൽ പങ്കാളിയാവുന്നു, അത്ര മാത്രം. ഒത്തിരി നേരം ഒരു നടനെ ക്വസ്റ്റ്യൻ ചെയ്യുകയുണ്ടായി. സത്യത്തിൽ അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു യോഗം ചെയ്തത്. അല്ല, അതിലേക്ക് ഞാൻ അധികം കിടക്കുന്നില്ല. കാരണം അതിനെക്കുറിച്ച് ഇപ്പോൾ വളരെയധികം ചർച്ചകൾ വരുന്ന സംഭവമാണ്. കാരണം അതെല്ലാം വിഷമത്തിൻ്റെ കാര്യങ്ങളാണ്. കാരണം ഇപ്പോൾ ആ നടനായാലും എനിക്കറിയില്ല എൻ്റെ സത്യാവസ്ഥ എന്താണെന്ന്, വിഷമം ഉണ്ടാകാം. അതൊക്കെ പിന്നെ ഞാനും കണ്ടമാനം ആരോപണങ്ങൾ പറഞ്ഞ ആൾക്കാരാണ്. അതല്ല ഞാൻ പറയുന്നത്. ഇത് നടന്നൊരു കാര്യം. എന്നിട്ട് ചാനലിലിരുന്ന് വേറൊരാൾ പറയുകയാണ് 2.5 മണിക്കൂറല്ലേ പീഡിപ്പിച്ചുള്ളൂ എന്നൊക്കെ. എന്താണ് ഈ കാലത്തിൻ്റെ പോക്ക് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സിനിമാക്കാർ തന്നെ പറയുകയാണ് 2.5 മണിക്കൂറല്ലേ പീഡിപ്പിച്ചുള്ളൂ. 2.5 മണിക്കൂർ പോയിട്ട് 2 സെക്കൻഡ് മതിയല്ലോ. അങ്ങനൊന്നും പറയാൻ പാടില്ല. അതൊക്കെ വളരെ മോശമാണ്. അതൊക്കെ ഞാൻ പറഞ്ഞ മലയാള സിനിമയിൽ 2 MP മാർ, 2 MLA മാർ, ഇത്രയും പേരുണ്ട്. സുരേഷ് ഏട്ടൻ പിന്നെ വർഷങ്ങളായിട്ട് സംഘടനയിലേക്ക് വരുന്നില്ല. അതിൻ്റെ കാരണം അദ്ദേഹത്തിന് അതിൻ്റെതായ കാരണങ്ങളുണ്ടാകും. പക്ഷേ എങ്കിലും ഇതൊക്കെ ഒരാൾ വേണ്ടേ? ഈ ജനപ്രതിനിധികൾ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണമായിരുന്നു അന്നത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ. അത് പിന്നെ ചർച്ചകൾ അതെന്താണെന്ന് അറിയില്ല. കാരണം ഒരു പക്ഷേ അവരൊരു വികാരം കൂടുതൽ കൊണ്ടായിരിക്കാം ഈ അമ്മ സംഘടന ഇങ്ങനെ തള്ളി പറയുന്നതുകൊണ്ടായിരിക്കാം. പക്ഷേ എങ്കിലും കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടിയിരുന്നു. കാരണം ജനങ്ങൾക്കെല്ലാം അറിയേണ്ടത് ഈ കുട്ടിയുടെ കാര്യത്തിൽ എന്താണ് അവിടെ നിന്ന് എടുക്കാൻ പോകുന്ന നടപടി. ഒരു 3 ദിവസം കഴിഞ്ഞൊരു മെഴുകുതിരി കത്തിച്ചത് മാത്രമേ ഉണ്ടായുള്ളൂ. അതിനുശേഷം അതിനുള്ള ആൾക്കാർ ആരെയും കണ്ടില്ല.